ഞാൻ തോറ്റു. എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി. അതിനിരിക്കണം. എന്തിനാ കല്യാണം കഴിക്കുന്നത്? 2 കുട്ടികളായില്ലേ, എന്നാണ് ഇങ്ങനെ ലിവിങ് ടുഗദറായി നിന്നാ പോലെ. അതൊരിക്കലും എനിക്ക് ശാശ്വതമല്ല. ഇതെന്താ ടെസ്റ്റ് ചെയ്തിട്ട് വിടാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഒന്നും അല്ലല്ലോ. എനിക്കൊരു ലൈഫ് വേണം, എനിക്കൊരു ഐഡന്റിറ്റി വേണം. ഇതെന്റെ ഭർത്താവാണ്, 4 ആൾ അറിയണം നമുക്ക് ഇങ്ങനെ ഫാമിലി ഉണ്ട്. അല്ലാണ്ട് ഞാനിങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് ഒരു കാര്യം. നാളെ പിറ്റേന്ന് മോള് കല്യാണം കഴിക്കുമ്പോ ഇത് ആര് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റണ അല്ലേ? വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡാണത്. ഇതിന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ദിവ്യ ഒരു കാര്യം മനസ്സിലാക്കും. നമ്മുടെ നാട്ടില് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ പോലും പറയാത്ത എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, സെൻസിബിൾ ആണത്. എന്തിനാ കല്യാണം കഴിക്കുന്നത് ചോദിക്കുന്നത്. കല്യാണം കഴിയാത്ത ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം, നമുക്കത് പറ്റൂല. എനിക്ക് 2 കുട്ടികളാണ്. എനിക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ കളിക്കാൻ വേണ്ടി ഇല്ല, ഇനി ലൈഫ് ഇല്ല ചേച്ചി, തീർന്നു. നല്ലൊരു ലൈഫ് കംപ്ലീറ്റ് എന്റെ തീർന്നു അല്ലെ? ഞാൻ പറയുന്നത് അങ്ങനെ, ഞാൻ പറഞ്ഞങ്ങനെയല്ല. ഞാൻ നല്ലൊരു ലൈഫ് ആഗ്രഹിച്ചിട്ട് അതെനിക്ക് കിട്ടിയില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു ഒരു 32 വയസ്സ് ആ സമയത്താണ് ഞാൻ ഈ വേണ്ടാന്ന് വെക്കുന്നത്. അത്രപ്പോഴും എനിക്ക് ആ ലൈഫ് മൊത്തം പോയി. എനിക്കൊരു നല്ല ലൈഫ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരുന്നു, ഞാൻ കഷ്ടപ്പെടുന്നു. അപ്പോഴും മക്കളെ കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷൻ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം മലയാളി പ്രേക്ഷകർ ഒരുപോലെ ആഘോഷിച്ച ഒരു വിവാഹമായിരുന്നു ദിവ്യ ശ്രീധരന്റെയും അതുപോലെ ക്രിസ് വേണുഗോപാലിന്റെയും ആ ഒരു വിവാഹം. ഭയങ്കര ഒരു സെൻസേഷണൽ ഒരു വിവാഹം തന്നെയായിരുന്നു. കാരണം അവരുടെ ആ പ്രായ വ്യത്യാസം തന്നെയായിരുന്നു അതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും അവരുടെ ആ ഒരു പ്രായ വ്യത്യാസങ്ങളെയും അതുപോലെ മുൻവിധികളെ എല്ലാം മറികടന്ന് തന്നെ ഒന്നായിട്ടുള്ള ഇവർ ഒരു മാതൃകയാണെന്ന് പലപ്പോഴും പലരും പുകഴ്ത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ആവേശം ഇപ്പോൾ വലിയൊരു ആശങ്കയ്ക്ക് വഴിമാറിയിരിക്കുകയാണ്. ദിവ്യ പങ്കുവയ്ക്കുന്ന ദുരൂഹമായിട്ടുള്ള പോസ്റ്റുകൾ അവർക്കിടയിൽ എന്തോ സംഭവിച്ചു എന്നുള്ള സൂചനകൾ നൽകുന്നത് പോലെ തന്നെയാണ്. ദിവ്യയുടെ സമീപകാല പോസ്റ്റുകളൊക്കെ എടുത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ അതിലൊരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. വെറുമൊരു വീഡിയോ മാത്രമല്ല, ഒറ്റപ്പെടലിനെ കുറിച്ചും വിശ്വസ്തതയെക്കുറിച്ചും ജീവിതത്തിലെ പരാജയങ്ങളെ കുറിച്ചൊക്കെ നിരന്തരം പോസ്റ്റുകൾ വരുന്നുണ്ട്. സാധാരണയായിട്ട് ഒരാൾ തന്റെ സ്വകാര്യ ജീവിതത്തിൽ വലിയൊരു തകർച്ച നേരിടുമ്പോൾ അപ്പോഴുണ്ടാകുന്ന ക്രൈ ഫോർ ഹെൽപ്പ് എന്നുള്ളതാണോ അതോ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള നീക്കലാണോ എന്നുള്ള ഡൗട്ടാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂടാൻ വേണ്ടിയിട്ട് ഗാർഹിക പീഡനത്തെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള മുറിപ്പാടുകളുമായിട്ടാണ് ഇപ്പോൾ ദിവ്യ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപകടകരമായിട്ടുള്ള ഒരു പ്രവണത തന്നെയാണിത്. ഇത് സത്യമല്ലെങ്കിൽ ഭാവിയിൽ ഇവർ സത്യസന്ധമായിട്ട് ഒരു പ്രശ്നം പറയുമ്പോൾ പോലും ആളുകൾ വിശ്വസിക്കാത്ത ഒരു അവസ്ഥയുണ്ടാകും. നമുക്കറിയാലോ ഒരു കഥ, പുലി വരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആട്ടിടിയൻ കണ്ണ് കരഞ്ഞു വിളിച്ചത്. ഏകദേശം അതുപോലത്തെ ഒരു സംഭവം തന്നെയായിരിക്കും. നമുക്കറിയാം ഇവിടെ പ്രേക്ഷകർ എന്ന് പറയുന്നത് താരങ്ങളെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് കാണുന്നത്. അവരുടെ വേദന കണ്ട് ആത്മാർത്ഥമായിട്ട് വിഷമിക്കുന്നവരെയും പറ്റിക്കുന്നത് ഒരു തരം വൈകാരിക ചൂഷണമാണ്. പിന്നെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഒരു നടി എന്ന നിലയിൽ അഭിനയ മികവ് കാണിക്കാനാണോ വരാനിരിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള കഥാപാത്രത്തിന്റെ മുന്നോടിയാണോ ആകാം ഈ ഒരു തയ്യാറെടുപ്പും എന്നുള്ള സംശയമുണ്ട്. ഒരു പക്ഷേ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ ആകാനും സാധ്യതയുണ്ട്. ക്രിസ് വേണുഗോപാൽ എപ്പോഴും തന്റെ പ്രൊഫൈലിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പങ്കുവെക്കാറുള്ളൂ. ഇതും സൂചിപ്പിക്കുന്നത് ഇവർക്കിടയിൽ വ്യക്തിപരമായിട്ട് പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ്. എന്തായാലും ഇതൊരു പ്രൊഫഷണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നീക്കമായിരിക്കാനാണ് സാധ്യത കൂടുതലും. ശരിക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആകാനും ഒരു സാധ്യതയുണ്ട്. 90% സാധ്യതയും കാണുന്നുണ്ട്. ഒന്നുകിൽ ഒരു പുതിയ സീരിയൽ ലോഞ്ച്, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സംരംഭങ്ങളുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഹൈപ്പായിരിക്കാം. സത്യത്തില് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദിവ്യ ക്രിസിനെ അൺഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ഫോട്ടോകൾ നീക്കം ചെയ്യുകയോ ചെയ്യുമായിരുന്നു. എന്നാൽ അതിവിടെ ഉണ്ടായിട്ടില്ല. എന്നാലും ദിവ്യയുടെ ഈ ഒരു വീഡിയോ കണ്ടത് മുതൽ ആത്മാർത്ഥമായിട്ട് ആശങ്കയുള്ളവർ ഒരുപാട് പേര് കമന്റുകളിൽ അറിയിക്കുന്നുണ്ട്. ചേച്ചി എന്തു പറ്റി, കരയല്ലേ, ക്രിസേട്ടൻ എവിടെ തുടങ്ങിയ ചോദ്യങ്ങൾ തന്നെയാണ് കമന്റ് ബോക്സിൽ കാണുന്നത്. കാരണം പ്രേക്ഷകർ എന്ന് പറയുന്നത് ഇവരെ വെറും താരങ്ങളായിട്ടല്ല കാണുന്നത്, മറിച്ച് സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ദിവ്യയുടെ ഓരോ സങ്കടവും അവരെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത്തരം പോസ്റ്റുകൾ ആൾക്കാരിൽ വലിയ തോതില് ഒരു ആൻസൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ മറിച്ച് വലിയൊരു വിഭാഗം പറയുന്ന എന്താണ്, ഇതൊരു നാടകമാണ്, അല്ലെങ്കിൽ അടുത്തൊരു പ്രൊമോഷൻ തന്ത്രമായിരിക്കാം, മേക്കപ്പ് കൊള്ളാം, അടുത്ത ബിസിനസ് തുടങ്ങാനുള്ള പരിപാടിയാണോ എന്നൊക്കെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലെ മുൻകാല അനുഭവങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഗർഭിണിയാണെന്ന് വരുത്തി തീർത്ത് ചില ഇൻഫ്ലുവൻസർമാർ പ്രേക്ഷകരെ കൂടുതൽ ജാഗരൂകരാക്കി സെലിബ്രിറ്റികൾ റീച്ചിന് വേണ്ടി എന്തും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു പൊതുബോധം വന്നിട്ടുണ്ട്.
ഇത് സത്യസന്ധമായിട്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന താരങ്ങൾക്ക് പോലും തിരിച്ചടിയാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്തായാലും കമന്റിലൂടെ ഇത്രയും പേര് ചോദിച്ചിട്ട് എന്താണെന്ന് ഒരു വരി മറുപടി പോലും അവർ കൊടുത്തില്ല. കാരണം ഇത്തരം സസ്പെൻസുകൾ നിലനിർത്തുന്ന വഴി കൂടുതൽ കമന്റുകളും എൻഗേജ്മെന്റും കിട്ടുന്നുണ്ട്. അത് അൽഗോരിതത്തിന് ഗുണകരമാണെങ്കിൽ പോലും ആരാധകരോടുള്ള ഒരു ബഹുമാനമില്ലായ്മയായിട്ട് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്തായിരിക്കും ഈ ഹൈപ്പിന് പിന്നിലുള്ള ഒരു സത്യാവസ്ഥ? ഇന്ന് ലോകമെമ്പാടും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണിത്. ഒരു നെഗറ്റീവ് സാഹചര്യം മുൻകൂട്ടി സൃഷ്ടിക്കുക എന്നുള്ളത്. അതിലൂടെ പരമാവധി ആളുകളെ തങ്ങളിലേക്ക് എത്തിക്കുക, പിന്നീട് ഇതൊരു പരസ്യമായിരുന്നു എന്ന് വെളിപ്പെടുത്തുക. ദിവ്യയുടെ കാര്യത്തിൽ ഇതൊരു പുതിയ ഓൺലൈൻ സാരി ബിസിനസിന്റെയോ അല്ലെങ്കിൽ ഒരു വെബ് സീരീസിന്റെയോ തുടക്കമാകാൻ വലിയ സാധ്യതയുണ്ട്. പിന്നെ മുറിപ്പാടുകൾ, ദിവ്യ തന്നെ നെറ്റിയിലെ ആ പാടുകൾ കാണിക്കുമ്പോൾ അത് ഗാർഹിക പീഡനത്തെയാണ് പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നത്. ഒരു കല എന്ന നിലയിൽ ഇതിനെ കാണാമെങ്കിലും ഇത്തരം ഗൗരവകരമായിട്ടുള്ള സാമൂഹിക വിഷയങ്ങളെ വെറും റീച്ചിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. ഇത് ശരിക്കും പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ പോരാട്ടങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ ഇടയാക്കും. ഇനി ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു കലാസൃഷ്ടി, ഒരു നടി എന്ന നിലയിൽ തന്റെ പുതിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ആക്ടിങ് ആയിരിക്കും ഇത്. ഇതിനെ അങ്ങനെയായിരിക്കും ചിലപ്പോൾ സമൂഹത്തിലെ ഒറ്റപ്പെട്ട സ്ത്രീകളെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഫിലിം ദിവ്യ പ്ലാൻ ചെയ്യുന്നുണ്ടാകാം. കമന്റുകളിൽ കാണുന്നത് പോലെ പ്രേക്ഷകർക്ക് ഇപ്പോൾ രണ്ട് തട്ടിൽ തന്നെയാണ്. ഒരു ഭാഗം ദിവ്യയുടെ കണ്ണുനീരിൽ വിശ്വസിക്കുമ്പോൾ മറുഭാഗം ഇതൊരു വെറും ഷോ മാത്രമായിട്ട് കാണുന്നു. സത്യത്തിൽ ഇവർ തമ്മിൽ പിരിഞ്ഞിട്ടില്ല എന്നത് ക്രിസ് വേണുഗോപാലിന്റെ പോസ്റ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്നാൽ സ്വന്തം സ്വകാര്യ ജീവിതവും വേദനകളും ഇത്തരത്തിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒരു താരത്തിന് യോജിച്ചതാണോ? പലപ്പോഴും ലൈക്കുകൾക്കും വ്യൂസിനും വേണ്ടിയിട്ട് നമ്മൾ എന്തിനേയും ഉപയോഗിക്കാൻ തയ്യാറാകുന്നതും സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ഇരുണ്ട വശം തന്നെയാണ്. പണ്ട് സെലിബ്രിറ്റികൾ തങ്ങളുടെ സ്വകാര്യ ജീവിതം പുറം ലോകം അറിയാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇന്ന് സ്വകാര്യ ജീവിതത്തിലെ സങ്കടങ്ങളും അതുപോലെ തർക്കങ്ങളും വിൽക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമായിട്ട് മാറിയിരിക്കുന്നുണ്ട്. ദിവ്യ ശ്രീധരന്റെ പോസ്റ്റുകൾ ഒരു പക്ഷേ അവരുടെ വ്യക്തിപരമായിട്ടുള്ള തകർച്ചയെ ആകാം. പക്ഷെ അത് സോഷ്യൽ മീഡിയയിലെ ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ അവതരിക്കപ്പെടുമ്പോൾ അവിടെ ആത്മാർത്ഥത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആടിനെ പുലി പിടിക്കാൻ വരുന്നു എന്ന കള്ളം പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച ഇടയ ബാലന്റെ കഥ നമുക്കറിയാം. സോഷ്യൽ മീഡിയ താരങ്ങൾ റീച്ചിന് വേണ്ടി നിരന്തരം കരച്ചിൽ വീഡിയോകൾ അത് പരീക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. ഭാവിയിൽ ആരെങ്കിലും യഥാർത്ഥത്തിൽ ഒരു അപകടത്തിലോ അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിലോ പെട്ട് സോഷ്യൽ മീഡിയ വഴി സഹായം അഭ്യർത്ഥിച്ചാൽ സമൂഹം അതിനെ ഇതും അടുത്ത റീലായിരിക്കും എന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഈ ഒരു മനോഭാവം സമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കുന്നു എന്നതാണ് ഇത്തരം വീഡിയോകളുടെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത്. പിന്നെ ദിവ്യയുടെ നെറ്റിയിലെ ആ ഒരു മുറിപ്പാടുകൾ കണ്ടപ്പോൾ പലരും ആദ്യം ചിന്തിച്ചത് കുടുംബ കലഹത്തെ കുറിച്ച് തന്നെയാണ്. ഗാർഹിക പീഡനം എന്നത് ഒരു വലിയ സാമൂഹിക വിപത്താണ്. അതിനെ വെറും ഒരു ക്ലിക്ക് ബൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു വിഷയത്തിന്റെ ഗൗരവത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീകളോടുള്ള അവഹേളനമായിട്ട് മാറുന്നു. എന്തായാലും ഡിജിറ്റൽ യുഗത്തിലെ ഓരോ വ്യൂസും ഓരോ പണത്തട്ട് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് സ്വയം കണ്ണുനീരും ചോരയും വരെ മേക്കപ്പെട്ട് അഭിനയിക്കാൻ ആളുകൾ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ദിവ്യ ശ്രീധരന്റെ വീഡിയോ ഒരു പുതിയ കലാരൂപത്തിന്റെയോ ബിസിനസിന്റെയോ തുടക്കമാകാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ബിസിനസ് വളർത്താൻ നിങ്ങൾ സ്വീകരിക്കുന്ന വഴി സമൂഹ ബോധത്തെ കൂടിയാണ് ബാധിക്കുന്നത്. സഹതാപവും വേദനയും വിറ്റ് നേടുന്ന ആ റീച്ചിനേക്കാൾ വലുതാണ് പ്രേക്ഷകരുടെ വിശ്വാസം. ആ വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ എത്ര മേക്കപ്പെട്ടാലും അത് തിരിച്ചു പിടിക്കാനാകില്ല. അതുപോലെ തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ നൽകുന്ന അമിതമായിട്ടുള്ള ശ്രദ്ധയാണ് ഇത്തരം പ്രവണതകളെ വളർത്തുന്നത്. സ്ക്രീനിൽ കാണുന്ന ഓരോ തുള്ളി കണ്ണുനീരും ആത്മാർത്ഥമല്ല എന്ന് തിരിച്ചറിയുക. വൈകാരികമായിട്ട് പ്രതികരിക്കുന്നതിന് മുൻപ് വിവേകത്തോടെ ചിന്തിക്കുക. ഇത് ദിവ്യയെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്നതല്ല, പകരം അവർ ചെയ്യുന്ന ആ ഒരു പ്രവണതയാണ് വിശകലനം ചെയ്യുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഇരുണ്ട വശങ്ങളെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിവ് നൽകുന്നു. ഒരു സിവിൽ സൊസൈറ്റി എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ഓർമ്മിപ്പിക്കുന്നു.